നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ആഗോള അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേടിൽ വിശദീകരിച്ചു വലഞ്ഞ് ദേവസ്വം ബോർഡും സർക്കാരും. പുറത്തുവന്ന കണക്ക് തെറ്റെന്ന് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. ചിലവ് 3 കോടിയെന്നും സ്പോൺസർഷിപ്പ് വഴി വരുമാനം 4 കോടിയെന്നും വിചിത്ര വിശദീകരണം. സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ ചിലവ് 5 കോടി. ചിലവ് വിശദീകരിക്കേണ്ടത് ബോർഡെന്ന് പറഞ്ഞ് കൈകഴുകി ദേവസ്വം മന്ത്രി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സന്നിധാനത്ത് SITയുടെ ശാസ്ത്രീയ പരിശോധന തുടരുന്നു. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ ശേഖരിക്കുന്നു. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. FIR റദ്ദാക്കണം എന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിലെ CBI അന്വേഷണ ആവശ്യത്തിൽ ഹർജിക്കാരെ പരിഹസിച്ച ഹൈക്കോടതി. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ ഭിന്നത മറനീക്കുന്നു. ജോസിനെതിരെ ഒളിയം പെയ്ത് റോഷി. ലീഡർഷിപ്പ് ഏബിളാണെന്ന് കണ്ടാലേ ജനം കൂടെ നിൽക്കൂ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തനം. ഞങ്ങളുടെ കേരളം മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലേ ജനങ്ങളെ കൂടെ നിൽക്കുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് മാറിനിൽക്കുക? കേരളം പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. സിറ്റിംഗ് MLA-മാരോ താനോ വീണ്ടും മത്സരിക്കുന്നതിൽ തീരുമാനമായിട്ടില്ലെന്ന് ജോസ് കെ മാണി. അവയവദാനത്തിൽ മാതൃകയായി കുഞ്ഞ് ആലിൻ ഷെറീൻ. മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞ് പുതുജീവൻ നൽകുക 4 പേർക്ക്. ആലിന് ജീവൻ നഷ്ടമായത് മാതാപിതാക്കൾക്കൊപ്പം കാറിൽ സഞ്ചരിക്കവേ ഉണ്ടായ അപകടത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനുണ്ടാകും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 21-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉടൻ കേരളത്തിലേക്ക്. വന്ദേമാതരത്തിലെ വിവാദ ഭാഗങ്ങൾ നിർബന്ധമാക്കിയതിനെതിരെ മുസ്ലിം സംഘടനകൾ. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന വിമർശനം. ബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ നീക്കമെന്ന് സമസ്ത മുഖപത്രം. വർഗീയ ചേരിതിരിവിന് നീക്കമെന്ന് MV ഗോവിന്ദൻ. പ്രതികരിക്കാതെ VD സതീശൻ. എരഞ്ഞിപ്പാലത്ത് ഫുട്പാത്തിലൂടെ നിയമം ലംഘിച്ച് വാഹനമോടിച്ച സ്കൂട്ടർ യാത്രികന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. പ്രഭാവതി തടഞ്ഞ സ്കൂട്ടർ യാത്രികനെതിരെ കേസും. ഇയാളെ ഡ്രൈവിംഗ് പരിശീലനത്തിന് അയക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. തിരക്കേറിയ ജംഗ്ഷനുകളിൽ മഫ്തിയിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കും. പോലീസുമായി ചേർന്ന് പരിശോധന നടത്താനും തീരുമാനം. സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ സുപ്രധാന നീക്കവുമായി രാജ്യം. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങുന്നു. ഫ്രാൻസുമായി ഉടൻ കരാർ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ ഇന്ത്യയിലേക്ക്. ബംഗ്ലാദേശിനെ ഇനി താരിഖ് റഹ്മാൻ നയിക്കും. BNP പാർട്ടിക്ക് ഉജ്ജ്വല ജയം. അധികാരത്തിൽ തിരിച്ചെത്തുന്നത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട് നാടുവിട്ട നേതാവ്. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ എല്ലാ പ്രതികളും പിടിയിൽ. 7ാം പ്രതി ഷിൻഡോ P സണ്ണിയെ പിടിച്ചത് ചങ്ങനാശ്ശേരിയിൽ നിന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആഗോള അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ലെന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. അയ്യപ്പ സംഗമത്തിനായി ചിലവഴിച്ചത് 3 കോടി രൂപയാണ്. സ്പോൺസർഷിപ്പിലൂടെ 4 കോടി കിട്ടി. ഇപ്പോൾ വന്ന റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും FB കുറിപ്പിൽ പ്രശാന്ത് വിശദീകരിക്കുന്നു. അയ്യപ്പ സംഗമത്തിന്റെ കണക്കുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡാണ് വിശദീകരിക്കേണ്ടതെന്ന് മന്ത്രി VN വാസവനും ഇന്ന് പറഞ്ഞു. സാമ്പത്തിക ഇടപാട് കൈകാര്യം ചെയ്തത് ബോർഡാണ്. ബോർഡ് ഇക്കാര്യത്തിൽ മറുപടി പറയും. അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്തുവെന്നാണ് കിട്ടിയ മറുപടി. അയ്യപ്പ സംഗമത്തിൽ നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ ക്ഷണിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക ഇടപാടുകളും കണക്കുകളും ഒന്നും കൈകാര്യം ചെയ്യാൻ ഗവൺമെന്റിന് അധികാരമില്ല. ദേവസ്വം ബോർഡാണ്. അവർ വ്യക്തമായി അത് കൈകാര്യം ചെയ്യുന്നതിന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ തന്നെ വ്യക്തമായി സമീപിച്ച് ഇപ്പോൾ എനിക്ക് ആകെ മറുപടി പറയേണ്ടി വന്നൊരു കാര്യം, നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദ്യം എഴുതി നിയമസഭയിൽ ഈ അവിടുന്ന് അഡ്വാൻസായി എടുത്ത പൈസ തിരിച്ചു കൊടുത്തോ? ഞങ്ങൾ എഴുതി ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ മറുപടി
തിരിച്ചു കൊടുത്തു. 17/10/2025 ആ 3 കോടി തിരിച്ചു കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡിന്. ബാക്കി സ്പോൺസർമാരുടെ പൈസ കൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ നടന്നത്. എന്താണ് ചെലവ്, മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അവരുമായി ബന്ധപ്പെട്ടാൽ മറ്റെല്ലാ കാര്യങ്ങളും കണക്ക് കൈകാര്യം ചെയ്യുന്നവരല്ലേ അതിന് വിശദീകരണം തരുന്നത്. ആ കണക്ക് കൈകാര്യം ചെയ്തത് ഞാനെങ്ങനെയാണ് വിശദീകരിക്കുന്നത്? നമുക്ക് ചോദിക്കേണ്ട ഒരു സമയം വരുമ്പോൾ നമ്മൾ ചോദിക്കും, അത്രേ ഉള്ളൂ. അത്തരം അല്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ അന്വേഷിക്കാൻ കോടതി പറഞ്ഞാൽ അന്വേഷിക്കും. കോടതിയാണ് ഇപ്പം ഞാൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവിട്ടു, മന്ത്രി യോഗം വിളിക്കാൻ പാടില്ല, മുന്നൊരുക്കങ്ങൾ നടത്താൻ പാടില്ല, മീഡിയയോട് കാര്യം വിശദീകരിക്കാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസാണ്. ഞാൻ അഭ്യർത്ഥിച്ച് നേരെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി തന്നു യോഗം വിളിക്കാനും മറ്റു കാര്യം. അതിനുശേഷം ആ കാര്യങ്ങൾ കൃത്യമായി ഭംഗിയായി നടന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ബോഡി കയറി അനിയന്ത്രമായി ഇടപെടാനോ ഡേ ടു ഡേ ബിസിനസ് ഇടപെടാനോ ഒരു അധികാരമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കൃത്യമായി അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് കോടികളുടെ കൊള്ളയെന്ന് VD സതീശൻ ആരോപിച്ചു. ഇക്കാര്യം ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിക്കണം. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള ആകാമെങ്കിൽ ശബരിമലയിൽ നിന്ന് എന്തൊക്കെ അടിച്ചുമാറ്റി കാണുമെന്നും പോകുന്ന പോക്കിലെല്ലാം കൊള്ളയടിക്കുകയാണെന്നും സതീശൻ വിമർശിച്ചു. ഇരട്ടത്താപ്പ് പറ്റില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമം, അയ്യപ്പന്റെ പേരിലുള്ള മറ്റൊരു തട്ടിപ്പൂടി പുറത്തു വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പടം വെച്ച് കേരളം മുഴുവൻ ഹോർഡിങ്സും ബോർഡുകളും വെച്ച ഒരു കേസിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതി മര്യാദയ്ക്ക് കണക്ക് തരണം എന്ന് പറഞ്ഞ് ഡയറക്ഷൻ കൊടുത്തൊരു കേസിൽ പോലും കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടികളുടെ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കോടതി നിരീക്ഷണത്തിൽ ഇത്രയും കൊള്ള നടത്താമെങ്കിൽ ഇവർ ശബരിമലയിൽ നിന്ന് എന്തെല്ലാം അടിച്ചു മാറ്റി കാണും. വലിയ വിശദമായ അന്വേഷണമാണ് നടക്കേണ്ടത്. മുഖ്യമന്ത്രിയും അതുപോലെ ദേവസ്വം മന്ത്രിയും മുൻകൈയെടുത്ത് നടത്തിയ പരിപാടിയിൽ കൊള്ള നടത്താൻ മടിയില്ലാത്ത ആളുകളാണ് കൂടെയുള്ളത്. ദേവസ്വം ബോർഡിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന, ദേവസ്വം വകുപ്പിന്റെ മറവിൽ നടത്തിയിരിക്കുന്ന ഈ കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി ഗൗരവതരമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരായി നടപടിയെടുക്കുന്നതാണ്. ഇത്രയും വലിയ വിവാദം വന്നിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ഇത്രയും കോടി രൂപ കൊള്ളയടിച്ചു. അതിനുള്ള ധൈര്യം പോണ പോക്കിൽ എല്ലാം കാലിയാക്കിക്കൊണ്ട് എല്ലാം കൊള്ളയടിച്ചുകൊണ്ടുള്ള പോകുന്ന പോക്കാണ്. കിട്ടാവുന്നതെല്ലാം അടിച്ചു മാറ്റാനുള്ള പരിപാടിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വൻ തട്ടിപ്പെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. മന്ത്രി VN വാസവനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും. ഊരാളുങ്കൽ സൊസൈറ്റിയെ എങ്ങനെ ഏൽപ്പിച്ചു? അവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം വെട്ടിമൂടി. സ്വർണം മാത്രമല്ല, ശബരിമലയിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ പണവും അടിച്ചുമാറ്റി. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ വൻ അഴിമതിയാണ് നടന്നതെന്നും ചെന്നിത്തല ആരോപിച്ചു. ദേവസ്വം മന്ത്രി ശ്രീ വാസവനെതിരായി ഒരു പ്രിവിലേജ് മോഷൻ സ്പീക്കർക്ക് നോട്ടീസ് കൊടുക്കുക. അദ്ദേഹം പറഞ്ഞത് ആഗോള അയ്യപ്പ സംഗമത്തിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് കൊടുത്ത പണം എല്ലാം തിരിച്ചടച്ചെന്നാണ്. പക്ഷെ ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു മുഴുവൻ പണവും തിരിച്ചടച്ചിട്ടില്ല. നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ വാസവൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ പ്രിവിലേജ് മൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പീക്കർക്ക് കത്ത് ഇന്ന് നൽകുകയാണ്. അത് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്, നിയമസഭയുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. അത് ഒരിക്കലും മന്ത്രിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് ശ്രീ വാസവൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രിവിലേജ് മോഷൻ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കത്ത് ഇന്ന് സ്പീക്കർക്ക് നൽകുന്നത്. ആഗോള സംഗമത്തിന്റെ പേരിൽ നടന്ന വൻ വെട്ടിപ്പാണ്, കൊള്ളയാണ്, അഴിമതിയാണ്. ഊരാളുങ്കൽ സൊസൈറ്റി എങ്ങനെയത് ഏൽപ്പിച്ചു? അതിന് മറുപടി. ആഗോള അയ്യപ്പ സംഗമം വലിയ തട്ടിപ്പെന്ന് V മുരളീധരനും പറഞ്ഞു. 2 ലക്ഷം ചിലവിട്ട് എന്ത് താമസമാണ് ഒരു രാത്രിക്ക് മുഖ്യമന്ത്രി നടത്തിയത്? വാസവൻ, പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പ് നടത്തിയത്. മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യത വാസവനില്ലെന്നും മുരളീധരൻ പറഞ്ഞു. അയ്യപ്പ ഭക്തന്മാരുടെ പണം, ആ പണമെടുത്ത് ഉപരകത്ത് ഹോട്ടലിൽ താമസിക്കാൻ വന്ന ലോകം മുഴുവനുള്ള സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 ലക്ഷം രൂപ താമസത്തിന് ചെലവിടാനും ഇല്ലാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ലുണ്ടാക്കാനും ഇങ്ങനെയുള്ള വളരെ വലിയൊരു തട്ടിപ്പ്, ആ തട്ടിപ്പാണ് എന്നുള്ളത് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ്.
എന്താണ് മുഖ്യമന്ത്രി 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ചെലവിടുന്ന മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ്. തൊഴിലാളികളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനനായിട്ട് സംസാരിച്ചു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സന്നിധാനത്ത് SITയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. SP S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകളാണ് ശേഖരിക്കുന്നത്. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇന്നലെ ശബരിമലയിലെത്തിയ SIT സംഘം ഇന്നും ഈ സ്വർണ്ണപ്പാളികളെ സാമ്പിൾ ശേഖരിക്കുന്ന നടപടികൾ തുടർന്നു വരികയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണ സംഘം പ്രത്യേക സംഘം ഇപ്പോൾ ശബരിമലയെത്തി സാമ്പിൾ ശേഖരിക്കുന്നത്. ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും വിദഗ്ധരും ഈ സംഘത്തിലുണ്ട്. പ്രധാനമായും ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെ അളവ് വ്യക്തമാക്കുക, കാലപ്പഴക്കം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഈ സാമ്പിൾ ശേഖരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം കുറ്റപത്രം സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണത്തിൻ്റെ അളവ്, കൃത്യത എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളുടെയും ഒപ്പം ഈ ശ്രീകോവിലിന് പുറകുവശത്തുള്ള തൂണുകളുടെയുമാണ് ഇന്നലെ പരിശോധിച്ചത്. ഇന്നും സമാനമായ രീതിയിൽ ഇതിൻ്റെ സാമ്പിൾ ശേഖരിച്ചതിന് ശേഷമായിരിക്കും, പിന്നീടായിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷമാണ് ഇതിൻ്റെ പരിശോധന നടക്കുക. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ നട തുറന്ന സാഹചര്യമാണ്. ഇന്നലെ നട തുറന്ന സമയത്ത് തന്നെ ഈ പരിശോധന നടത്തിയിരുന്നു. ഇന്നും അത് സ്വാഭാവികമായി ഉണ്ടാകും. നാളെയും ഒരുപക്ഷെ ഇന്നത്തെ കൊണ്ട് അവസാനിക്കാൻ കഴിയില്ലെങ്കിൽ നാളെയും ഈ പരിശോധന തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഇത് നിർണായകമായ ഒരു തെളിവാണ്. ഇത് ആവശ്യമാണ്, ഈ കുറ്റപത്രത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഇതിൻ്റെ അളവുകളും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 99-ലാണ് വിജയം വലിയ ഈ സ്വർണം അവിടെ പൂശിയത്. അതുകൊണ്ട് തന്നെ ഈ ശ്രീകോവിലിന് ചുറ്റുമുള്ള തൂണുകളിലും ദ്വാരപാല ശില്പങ്ങളുടെയൊക്കെ ഈ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം ഭാവ അറ്റോമിക് റിസർച്ച് സെൻ്ററിലാണ് ഇതിൻ്റെ പരിശോധന നടക്കുന്നത്. അവിടുത്തെ കൈക്കും അതിനുശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട 5ഓളം പ്രതികൾക്ക് ജാമ്യം ലഭിച്ചൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേസിന് നിർണായകമായ ഒരു തെളിവാണ് ഈ നഷ്ടപ്പെട്ട സ്വർണ്ണം വീണ്ടെടുക്കുക എന്നുള്ളത്. അതാണ് പ്രധാനമായും സംഘം പരിശോധിക്കുന്നത്. നാളെയും ഒരുപക്ഷെ ഇന്നുകൊണ്ട് പൂർത്തിയായില്ലെങ്കിൽ നാളെയും ഇത് പരിശോധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് തിരിച്ചടി. തനിക്കെതിരായ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി തള്ളി. അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിയാണ് തള്ളിയത്. SITയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയില്ലെന്ന് കോടതി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ CBI അന്വേഷണ ആവശ്യത്തിൽ ഹർജിക്കാരെ പരിഹസിച്ച് ഹൈക്കോടതി. എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത്? ഏതു കേസാണ് CBI മികച്ച രീതിയിൽ അന്വേഷിച്ചിട്ടുള്ളത്? അടുത്ത കാലത്തുള്ള 5 കേസുകൾ പറയാമോ എന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചോദിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, തന്ത്രി സഭ ഉൾപ്പെടെയുള്ളവരാണ് ഹർജിക്കാർ. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കും. സംസ്ഥാനത്ത് അവയവദാനത്തിൽ പുതുചരിത്രം. 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളുടെ മകൾ ആലിൻ ഷെറീൻ ഇബ്രാഹിമിന് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. 2 വൃക്കകൾ, കരൾ, ഹൃദയവാൽവ് എന്നിവയാണ് ദാനം ചെയ്യുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഇത് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു. റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് കുഞ്ഞാലിൻ്റെ ശരീരഭാഗങ്ങളടക്കം എത്തിക്കുക. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു. അതായത് ഈ അവയവങ്ങൾ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ പുരോഗമിക്കുകയാണ് നിലവിലുള്ളത്. ഇത് റോഡ് മാർഗമാണ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുക. കരൾ തിരുവനന്തപുരത്ത് കിംസ് ആശുപത്രിയിലേക്കും ഹൃദയ വാൽവ് ശ്രീചിത്രയിലേക്കും അതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് വൃക്കകളുമാണ് കൊണ്ടുപോകുന്നത്. നിലവിൽ 2 വൃക്കകളും കരളും ഹൃദയവാൽവുമാണ് ദാനം ചെയ്യുന്നത്. കണ്ണുകൾ ദാനം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നിലവിൽ അതിന് ആളുകൾ അത് സ്വീകർത്താവ് ആകാത്തത് കൊണ്ട് കണ്ണുകൾ നേത്രബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ കുഞ്ഞിന്റെ മാതാപിതാക്കൾ എടുത്ത തീരുമാനം അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് എന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ കുഞ്ഞിന് അപകടം ഉണ്ടാകുന്നത്. ഈ MC റോഡിൽ വെച്ചിട്ട് പള്ളത്ത് ബോർമ കവലയിൽ വെച്ചിട്ടാണ് ആലിനും മാതാവിന്റെ രക്ഷിതാക്കളും സഞ്ചരിച്ച കാറിലേക്ക് എതിർദിശയിൽ നിന്നുള്ള ഒരു വാഹനം വന്ന് ഇടിക്കുന്നതും കുഞ്ഞാലിന്
വലിയ അപകടം ഉണ്ടാകുന്ന ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെയും ചങ്ങനാശ്ശേരിയിലെ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വിദഗ്ധ ചികിത്സ
മുന്നേറ്റം തിരുവനന്തപുരത്ത് ഉണ്ടാക്കാൻ കഴിയുകയും അങ്ങനെ 50-ലധികം സീറ്റുകൾ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം 45 വർഷത്തിന് ശേഷം ആദ്യമായി BJPക്ക് ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 4 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ കൃത്യമായി BJPക്ക് മുന്നേറ്റം നടത്താനാകുമെന്ന വിലയിരുത്തലിലേക്ക് BJPയുടെ കേന്ദ്രങ്ങൾ എത്തിയത്. ആ പട്ടികയിൽ 4 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലമാണ്. അവിടെ BJPയുടെ തിരുവനന്തപുരം ജില്ലാ സിറ്റി അധ്യക്ഷനായ കരമന ജയന്റെ പേരും ശ്രീലേഖയുടെ പേരുമാണ് ഉയർന്നു കേൾക്കുന്നത്. അതോടൊപ്പം രണ്ടാമത് പരിഗണിക്കപ്പെടുന്ന സ്ഥലം നേമമാണ്. നേമത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പേരിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. കഴക്കൂട്ടത്ത് V മുരളീധരൻ. പ്രധാനമായി ഒരു സർപ്രൈസ് മത്സരാർത്ഥി രംഗത്തേക്ക് എത്താൻ പോകുന്നത് വട്ടിയൂർക്കാവിലാകും. അതായത് വട്ടിയൂർക്കാവിൽ വലിയൊരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകൾ നേതൃത്വം തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. അവിടെയാണ് നടൻ കൃഷ്ണകുമാറിൻ്റെ പേര് ചർച്ചകളിൽ സജീവമായി നിന്ന സ്ഥലത്തേക്ക് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ആദിത്യവർമ്മയുടെ പേരുകൾ കൂടി ഇപ്പോൾ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം BJP ദേശീയ നേതൃത്വത്തിൻ്റെതാകും. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനാ പട്ടികയിൽ ആദിത്യവർമ്മയുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതായത് പരമാവധി ഹിന്ദു വോട്ടർമാർക്കിടയിൽ അത് കൃത്യമായൊരു സ്വാധീനമുണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ, അതായത് കൃത്യമായി അനുകൂലമായ ഒരു തരംഗം വട്ടിയൂർക്കാവിൽ ഉണ്ടാകും അത്തരത്തിൽ ആദിത്യവർമ്മയെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്നൊരു വിലയിരുത്തൽ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അവിടെയാണ് ആദിത്യവർമ്മയുടെ പേര് ചർച്ചകളിൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതേസമയം കൃഷ്ണകുമാർ ഏറെ നാളായി ഈ മണ്ഡലത്തിന് വേണ്ടി വലിയ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ വളർന്ന സ്ഥലമാണ്, തനിക്ക് വ്യക്തിബന്ധങ്ങൾ ഏറെയുള്ള സ്ഥലമാണ് എന്ന് നേതൃത്വത്തോടെ കൃഷ്ണകുമാർ അറിയിച്ചു കഴിഞ്ഞു. അദ്ദേഹം പരസ്യമായ പ്രതികരണം നമ്മളോട് തന്നെ നടത്തുകയും ചെയ്തതാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഈ 4 നിയമസഭാ മണ്ഡലങ്ങളെ നോക്കിക്കാണുന്നതിൻ്റെ കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വലിയ നേട്ടമാണ്. പ്രത്യേകിച്ച് കഴക്കൂട്ടത്ത് 5 വാർഡുകളിൽ നിന്ന് 14 വാർഡുകളിൽ ജയിച്ചു കയറുന്ന സാഹചര്യം കഴക്കൂട്ടത്തുണ്ടാകുന്നു. നേമത്തെ ആകെയുള്ള 22 തദ്ദേശ വാർഡുകളിൽ 17 വാർഡുകളിലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ വലിയ തരത്തിൽ തങ്ങൾക്ക് അനുകൂലമായി മാറും. 4 നിയമസഭാ മണ്ഡലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ ജയിച്ചു കയറാനാകുമെന്ന് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് BJP കേന്ദ്രങ്ങൾ. UDFിൽ കുട്ടനാട് സീറ്റിനെ ചൊല്ലിയുള്ള വിവാദം പുതിയ തലത്തിലേക്ക്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റ് പേയ്മെന്റ് സീറ്റ് ആക്കിയെന്ന ആക്ഷേപം പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇതിനിടെ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് വാദിച്ച തനിക്കെതിരെ സൈബർ ആക്രമണമാണ് നടക്കുന്നതെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ ബോസും രംഗത്തെത്തിയതോടെ കുട്ടനാട് തർക്കം അസാധാരണ തലത്തിലേക്ക് കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കാനിരിക്കെ കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച വലിയ തർക്കമാണ് ഇപ്പോൾ UDFിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനായി വിട്ടു നൽകിയ സീറ്റ് അത് പേയ്മെന്റ് സീറ്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നൽകി എന്നുള്ളത് ആരോപണമാണ് കോൺഗ്രസിലെ ചില പ്രാദേശിക നേതാക്കന്മാർ ഉന്നയിച്ചത്. ഇതിനെതിരെയാണ് വിമർശനവുമായി ഇപ്പോൾ കേരള കോൺഗ്രസും രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഈ സീറ്റ് നിലവിൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിനുള്ള ആ സീറ്റ് ആലപ്പുഴയിലെ തന്നെ ഒരു വ്യവസായിയായ റെജി ചെറിയാൻ മത്സരിക്കും എന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ റെജി ചെറിയാൻ ഈ സീറ്റ് നൽകിയതിന് പിന്നിൽ പേയ്മെന്റ് സീറ്റ് വിവാദം ഉയരുകയും ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി NCPയിൽ പ്രവർത്തിച്ചിരുന്ന റെജി ചെറിയാൻ പെട്ടെന്ന് കേരള കോൺഗ്രസിലേക്ക് വരികയും അതിന്റെ ഉന്നത പദവികളിലേക്ക് എത്തുകയും ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു പേയ്മെന്റ് സീറ്റിന്റെ ഭാഗമായി ആണ് എന്നുള്ള വിവാദമാണ് കോൺഗ്രസിലെ നേതാക്കന്മാർ അൽബോസ് അടക്കമുള്ള നേതാക്കന്മാർ ഉന്നയിക്കുന്നത്. കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുക്കണം എന്നുള്ള ആവശ്യം അവർ
വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഒരു സൈബർ യുദ്ധം ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളും റെജി ചെറിയാൻ വിഭാഗവും തമ്മിൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും തമ്മിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെജി ചെറിയാന്റെ ആലപ്പുഴയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ആരോപണമായി വന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റെജി ചെറിയാന്റെ ഹോട്ടൽ നിലനിൽക്കുന്ന ഭാഗത്ത് കഴിഞ്ഞ ഇടങ്ങളിൽ കുറെ ഭൂമി നികത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഭൂമി നികത്തിയതടക്കമുള്ള കാര്യങ്ങൾ അനധികൃതമാണ് എന്നുള്ളത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. ഇത്തരത്തിൽ നവമാധ്യമങ്ങളുടെ വാർത്തകൾ നൽകിയതിന് പിന്നിൽ അൽബോസ് അടക്കമുള്ള നേതാക്കന്മാരാണ് എന്നുള്ള ആക്ഷേപം അവർ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അതിന് മറുപടി എന്നുള്ള രീതിയിൽ അൽബോസ് ഫേസ്ബുക്കിൽ മറുപടി കുറിച്ചതോടുകൂടിയാണ് വിവാദങ്ങൾ വീണ്ടും ചൂടുപിടിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായി അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ ഇത്തരത്തിൽ തോമസ് ചാണ്ടി മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കായൽ നികത്തുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം തന്നെ കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ, അതായത് റെജി ചെറിയാന്റെ ഹോട്ടലിന് വേണ്ടി ഭൂമി നികത്തൽ നടന്നിട്ടുണ്ട് എന്ന് കളക്ടറുടെ റിപ്പോർട്ടുണ്ടെന്നും കളക്ടർ പങ്കെടുത്ത യോഗത്തിൽ അതിനകത്ത് എന്താണ് നടപടിയെടുക്കാത്തതെന്ന് അമ്പലപ്പുഴ MLA H. സലാം ചോദ്യം ഉന്നയിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് റെജി ചെറിയാനെ പ്രതിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അനിൽ ബോസും രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു മത്സരം നടക്കുന്ന സീറ്റിൽ കുട്ടനാട്ടിൽ ഇപ്പോൾ അതൊരു പേയ്മെന്റ് സീറ്റ് എന്നത് മറ്റൊരു തലത്തിലേക്ക്, അത് കോൺഗ്രസ് ഒപ്പം തന്നെ കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്കും പരസ്യ പ്രതികരണങ്ങളിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ കേരള കോൺഗ്രസ് മറുപടിയായി പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴയിലെ തന്നെ ഉന്നത കോൺഗ്രസ് നേതാക്കന്മാർ റെജി ചെറിയാനിൽ നിന്നും പണം കൈപ്പറ്റിയതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സീറ്റ് നൽകിയിട്ടുള്ളത്. തങ്ങളല്ല പണം കൈപ്പറ്റിയത് എന്നുള്ള രീതിയിൽ കേരള കോൺഗ്രസിനകത്തു നിന്നും പല കോണുകളിൽ നിന്ന് ആരോപണങ്ങൾ ഉയർന്നതോടെ മറ്റൊരു തലത്തിലേക്ക് കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് UDF-ൽ അതിന്റെ വിവാദം പുകയുകയാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഔദ്യോഗിക ചടങ്ങുകളിൽ വന്ദേ മാതരം നിർബന്ധിതമാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ. കേന്ദ്രം നിർദ്ദേശം ഏകപക്ഷീയവും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന് നഗ്നമായ ലംഘനമാണെന്നും ജമാഅത്തുൽ ഹിന്ദ് വിമർശിച്ചു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര നീക്കമെന്ന് സുപ്രഭാതം ദിനപത്രം മുഖപ്രസംഗമെഴുതി. വിഷയത്തിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറിയപ്പോൾ വർഗീയമായി ചേർതിരിക്കാനുള്ള ഇടപെടലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. വന്ദേമാതരത്തിന്റെ സമ്പൂർണ്ണ രൂപം ആലപിക്കുന്നത് നിർബന്ധമാക്കിയുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിനെതിരെ വ്യാപകമായ എതിർപ്പുകളാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തീരുമാനം ഭരണഘടനാ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റമാണെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസ്താവനയിൽ അറിയിച്ചു. മതവിശ്വാസം ഒരാളുടെ വിശ്വാസം മറ്റു മതങ്ങളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നിയമപരമായി നേരിടും എന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു. വന്ദേ മാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കാനുള്ള ഉത്തരവിൽ എതിർപ്പുമായി ജമാഅത്തുൽ ഉലമ ഈ ഹിന്ദും രംഗത്തെത്തിയിരിക്കുന്നു. ഈ നീക്കം മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും മേലുള്ള കടന്നുകയറ്റമാണെന്നവർ കുറ്റപ്പെടുത്തുന്നു. ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാഷ്ട്രീയപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പുതിയ തീരുമാനവുമായി സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നത്. സത്താർ പന്തലൂർ സമസ്ത നേതാവും ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടന മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ചെയ്യുന്നതെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. ISM അടക്കമുള്ള മറ്റ് മുസ്ലിം സംഘടനകളും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. INL വാർത്താക്കുറിപ്പിലൂടെ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു. കൃത്യമായൊരു അജണ്ട നടപ്പാക്കാനുള്ള BJPയുടെ നീക്കമാണ് തീരുമാനത്തിന് പിന്നിലെന്നാണ് INL കുറ്റപ്പെടുത്തുന്നത്. ദേശീയഗാനത്തെ മറികടന്ന് ദേശീയ ഗീതത്തിന് മുൻഗണന നൽകുന്ന ഉത്തരവ് പിൻവലിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടനയുടെ മതേതര അന്തസ്സത്തയ്ക്ക് നിരക്കാത്തതാണ് പുതിയ തീരുമാനമെന്ന് CPM കുറ്റപ്പെടുത്തിയിരിക്കുന്നു. മതേതരമായ ചേരിതിരിവ് വരുത്താനുള്ള ശ്രമമാണ് പുതിയ നീക്കമെന്നും CPM പറയുന്നു. വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗം തന്നെയാണത്. വർഗീയ ധ്രുവീകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ കാൽവെപ്പാണ്. നമ്മളെല്ലാവരും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ജനഗണമന പാടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് അതിനെ രണ്ടാം സ്ഥാനത്ത് നിർത്തിയിട്ട് വന്ദേ ഭാരതം പാടണം എന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം വർഗീയതയാണ്. വർഗീയമായ ചേരിതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ്. എന്നാൽ പുതിയ വിവാദത്തെക്കുറിച്ച് അറിയില്ല. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകളെക്കുറിച്ച് കൃത്യമായി അറിവില്ല. ഇക്കാര്യത്തിൽ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു
പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഞാനത് പരിശോധിച്ചിട്ട് അഭിപ്രായം പറയാം. കഴിഞ്ഞ ദിവസമാണ് വന്ദേ മാതരം സ്കൂളുകളിലും സർക്കാർ ചടങ്ങുകളിലും നിർബന്ധമാക്കിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയത്. നേരത്തെ ഒഴിവാക്കിയ 3 ഖണ്ഡികകൾ പുതുതായി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. ദുർഗാദേവിയും സരസ്വതിയും മറ്റുമൊക്കെ പ്രകീർത്തിക്കുന്ന ഹിന്ദു ദൈവങ്ങൾക്ക് സ്തുതി നൽകുന്ന രീതിയിലുള്ളതാണ് ഈ പുതിയ ഖണ്ഡിക എന്നാണ് മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നത്. നേരത്തെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ഈ ദൈവസ്തുതി ഭാഗമുള്ള ഖണ്ഡിക ഒഴിവാക്കിയതെന്നാണ് മുസ്ലിം സംഘടനകൾ വിമർശിക്കുന്നത്. ഏക ദൈവത്തിൽ വിശ്വസിച്ചാണ് ഇസ്ലാം മത വിശ്വാസികൾ മുന്നോട്ട് പോകുന്നത്. അത്തരം ആളുകളോട് ഈ ഗാനം നിർബന്ധമായി ആലപിക്കണമെന്നും ഇതിന് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നതും ഏകദൈവ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നേരത്തെയും ഇത് സംബന്ധിച്ച സുപ്രീം കോടതിയിലും രാജ്യത്തെ മറ്റു കോടതികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരാതികളൊക്കെ എത്തിയിരുന്നു. അന്നും ഈ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യം ഉറപ്പുവരുത്താനായി ഈ ആവശ്യമുള്ളവർ മാത്രം ഈ വന്ദേമാതരം ചെല്ലിയാൽ മതി എന്ന ഉത്തരവുകൾ കോടതികൾ പുറത്തിറക്കിയിരുന്നുവെന്നും മുസ്ലിം സംഘടനകൾ പറയുന്നു. ഇതിന് വിരുദ്ധമായുള്ള നിലപാടുകളുമായാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൂടുതൽ സംഘടനകൾ ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലിയ വിവാദമായി തന്നെ ഈ വിഷയം മാറാനാണ് സാധ്യത. ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി, പ്രചാരണ ആയുധമായി BJPയും ഇത് മാറ്റുമെന്ന കാര്യം ഉറപ്പാണ്. AP വിഭാഗം സമസ്ത 100ാം വാർഷികാഘോഷ വിളംബര സമ്മേളനം നാളെ മലപ്പുറം കോട്ടക്കലിൽ നടക്കും. സമ്മേളനം സുന്നി ഐക്യത്തിന് വഴി തുറക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം. എല്ലാവരും സമസ്തയിലേക്ക് തിരിച്ചെത്തണം എന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഐക്യാഹ്വാനത്തോട് ഉള്ള പ്രതികരണം കോട്ടക്കലിൽ പറയുമെന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. AK-AP വിഭാഗങ്ങൾ ഒരുമിച്ച് ചേരുമോ എന്ന നിർണായക ചോദ്യത്തിന് ഒരുപക്ഷെ ഉത്തരം നാളെ ഉണ്ടായേക്കും. സുന്നി ഐക്യം യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യത്തിനുത്തരം നാളെ AP അബൂബക്കർ മുസ്ലിയാർ കോട്ടക്കലിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഈ സമ്മേളനത്തിൽ നൽകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കോട്ടക്കൽ പുത്തൂരിലാണ് 100ാം വാർഷികാഘോഷത്തിൻ്റെ വിളംബര സമ്മേളനം AP വിഭാഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് നടന്ന IK വിഭാഗത്തിൻ്റെ 100ാം വാർഷികാഘോഷത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഐക്യാഹ്വാനം നടത്തിയിരുന്നു. ഇതിനുള്ള മറുപടി കോട്ടക്കലിൽ നടക്കുന്ന വിളംബര സമ്മേളനത്തിൽ നൽകുമെന്നായിരുന്നു AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത്. ആ ഒരു മറുപടി എന്താകും എന്നാണ് അറിയേണ്ടത്. പ്രധാനമായിട്ടും പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു നിലപാടാണ് പല വിഷയങ്ങളിലും മുസ്ലിം ലീഗുമായിട്ട് AP വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല EK വിഭാഗവുമായിട്ടും മുമ്പത്തെ അത്ര തർക്കങ്ങളില്ല. പല വിഷയങ്ങളിലും ഐക്യപ്പെട്ട് കഴിഞ്ഞു. പല പരിപാടികളും നേതാക്കൾ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്, കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ സഹകരിക്കാവുന്ന മേഖലകളെല്ലാം സഹകരിക്കാവുന്ന തരത്തിലേക്കൊരു നിലപാടിലേക്ക് ഈ ഇരു വിഭാഗങ്ങളും എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പക്ഷേ അപ്പോഴും നമുക്കറിയാം ഇതിൻ്റെ ഒരു ചരിത്രം, ഭിന്നതയുടെ ചരിത്രവും അതിൻ്റെ കാരണങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇപ്പോഴും പരിഹരിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം ഉയരുന്നതാണ്. മുസ്ലിം ലീഗുമായിട്ടുണ്ടായിരുന്ന സമസ്തയുടെ അടുപ്പം തന്നെയാണ് ഈ ഒരു ഭിന്നതയിലേക്ക് വഴിവെച്ചത്. മറ്റു പല കാരണങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു. എന്നാൽ മാറിയ സാഹചര്യത്തിൽ ലീഗ് മുൻകൈയെടുത്തൊരു ഐക്യം അത് സാധ്യമാകില്ലെന്ന് ഇരു വിഭാഗത്തിലെ നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ സമസ്തയിലെ തന്നെ 2 വിഭാഗത്തിലെ നേതാക്കൾ അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ പ്രധാനമായിട്ടും ഈ ഐക്യപ്പെട്ട് കഴിഞ്ഞാൽ ഉയരുന്ന ഒരു ചോദ്യം ഈ സമസ്തയുടെ നിയന്ത്രണത്തിലുള്ള EKയുടെയും APയുടെയും വിഭാഗത്തിലുള്ള സ്ഥാവര ജഗമവസ്തുക്കളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും തുടങ്ങി കണക്കിന് രൂപയുടെ വിലമതിക്കുന്ന സ്വത്തുവകകളുണ്ട്. അതിൻ്റെ ഉടമസ്ഥാവകാശം എങ്ങനെയാകുമെന്ന ചോദ്യം തന്നെയാണ് ഉയരുന്നത്. അതൊരു ഐക്യത്തിന് ആ കാര്യത്തിൽ ഐക്യപ്പെടൽ എങ്ങനെയാകും എന്നുള്ളതാണ് പരിഹരിക്കപ്പെടേണ്ടതായിട്ട് ഉയരുന്നൊരു ചോദ്യം. മറ്റ് നിലപാടുകളൊക്കെ സഹകരിക്കാൻ കഴിയുന്ന മേഖലകളിൽ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളത്തെ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും 100ാം വാർഷികാഘോഷം, AP വിഭാഗത്തിന് 100ാം വാർഷികാഘോഷം, അതിൻ്റെ വേദി, സമയം, അതിലെ മറ്റു കാര്യങ്ങളൊക്കെ നാളെ നടക്കുന്ന ഈ ഒരു വിളംബര സമ്മേളനത്തിലായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ ഐക്യാഹ്വാനത്തിനുള്ള മറുപടി AP അബൂബക്കർ മുസ്ലിയാർ എന്താകും നൽകുക എന്നുള്ളതും നാളത്തെ സമ്മേളനത്തെ പ്രധാനപ്പെട്ടതാക്കുന്നുണ്ട്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ട് പുതിയ പ്രചാരണ തന്ത്രവുമായി BJP. ഗോവ, നാഗാലാൻഡ്, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ 18 ക്രിസ്ത്യൻ MLAമാർ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും. 37 മണ്ഡലങ്ങളിലാണ് ഇവർ വോട്ട് അഭ്യർത്ഥിക്കാനെത്തുന്നത്. കിരൺ ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. കിരൺ, നമുക്കറിയാം നേരത്തെയും ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് എത്താൻ പല വിധത്തിലുള്ള കാര്യങ്ങൾ BJP ചെയ്തിരുന്നു.
പലതും വിജയം കണ്ടില്ല, ചിലതൊക്കെ വിജയം കണ്ടു. ഇപ്പോൾ ഈ പുതിയ തന്ത്രം അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ MLA-മാരെ ഇറക്കിയാണ്. എന്താണ് ഇതിൻ്റെ വിവരങ്ങൾ? രഞ്ജിത്തെ, വരുന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു വിഭാഗമെങ്കിലും BJPക്ക് അനുകൂലമാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തെ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭയിൽ വരുന്ന ഒരു വിഭാഗത്തെ BJPയുമായി അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും ബിഷപ്പുമാരെ കേന്ദ്രീകരിച്ചാണ് അത്തരം നീക്കങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ബിഷപ്പുമാരെ കേന്ദ്രീകരിച്ച് ഇത്തരം നീക്കങ്ങൾ നടത്തിയെങ്കിലും അതിന് കാര്യമായ ഒരു ഫലം താഴെത്തട്ടിലെ ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ ഉണ്ടായില്ല എന്ന് BJP വിലയിരുത്തുന്നു. നേരത്തെ ക്രിസ്ത്യൻ വീടുകളിലൊക്കെ ക്രിസ്മസ് കേക്കുമായി പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് അപ്പോഴും താഴെത്തട്ടിലെ ക്രിസ്ത്യാനികൾക്ക് BJPക്കുമായി ഒരു അകലം പാലിക്കുന്നുണ്ട്. ഇത് മാറ്റാൻ BJPയിൽ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കളുണ്ട്. BJPക്കാർ ക്രിസ്ത്യാനികളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എന്നത് ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് പ്രധാനമായും ഗോവയിലും നാഗാലാൻഡിലും മണിപ്പൂരിലും അവിടെയൊക്കെ BJPക്ക് 18 ക്രിസ്ത്യൻ MLA-മാരാണ് ഈ 3 സംസ്ഥാനങ്ങളിലായി ഉള്ളത്. BJP അനുകൂലിക്കുന്ന പാർട്ടികൾക്കുമെല്ലാം ഈ 18 MLA-മാരെ കേരളത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് കേരളത്തിലെ 37 മണ്ഡലങ്ങളിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലെ വോട്ട് നിർണായകമായ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയും എറണാകുളം, തൃശ്ശൂർ, കോട്ടയം, പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളിലെ മണ്ഡലങ്ങളിലാണ്. സിറോ മലബാർ സഭയ്ക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിലെ ക്രിസ്ത്യൻ ആകെയുള്ള കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളിലെ കത്തോലിക്കരിൽ ഏറ്റവും കൂടുതൽ വിഭാഗം വരുന്നത് സിറോ മലബാർ സഭയാണ്. 40-45% വരുന്ന സിറോ മലബാർ സഭയാണ്. ആ സഭയിലെ ചില ബിഷപ്പ്മാരുമായിട്ടുമൊക്കെ BJPക്ക് അത്തരത്തിൽ അടുപ്പമുണ്ട്. ആ അടുപ്പത്തെ കൂടുതൽ ക്രിസ്ത്യാനികളിലേക്ക്, സിറോ മലബാർ സഭയിലെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അതിനുവേണ്ടി ഇവരുടെ വീടുകളിലൊക്കെ ഈ ക്രിസ്ത്യൻ MLA-മാരെ എത്തിച്ചിട്ട് ആ ക്രിസ്ത്യൻ MLA-മാർക്ക് ഞങ്ങൾ ക്രിസ്ത്യാനികളായി നിൽക്കുന്ന ആളുകൾക്ക് ഈ BJPയിൽ അധികാര സ്ഥാനമുണ്ട്, BJPക്ക് ഗണ്യമായ സ്ഥാനമുണ്ട് എന്നത് പ്രചരിപ്പിക്കുക. അതോടൊപ്പം തന്നെ 2 തവണ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അവരെ അറിയിക്കുക. ഈ താഴെത്തട്ടിലുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ BJPയിൽ എത്തിച്ചേരാൻ അല്ലെങ്കിൽ BJPയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവർക്ക് ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ആ അകൽച്ച ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ MLA-മാരെ കേരളത്തിലെത്തിക്കുകയും കേരളത്തിലെ ക്രൈസ്തവരുടെ വീടുകളിൽ നേരിട്ടെത്തിച്ച് അവരുമായി സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്നു. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവച്ചു. പാഠപുസ്തക വിതരണം നേരത്തെയാക്കുന്നതിന് രംഗത്ത് വന്ന രമേശ് ചെന്നിത്തല വെട്ടിൽ. മന്ത്രി V. ശിവൻകുട്ടിയുടേത് തുഗ്ലക് പരിഷ്കാരമാണെന്നും വിദ്യാർത്ഥികൾ ജയിച്ചോ തോറ്റോ എന്നറിയാതെയാണോ പുസ്തകം അച്ചടിക്കുന്നതെന്നുമായിരുന്നു ചെന്നിത്തലയുടെ വിമർശനം. ക്ലാസ്സിലേക്ക് ജയിച്ചോ ഇല്ലയോ അറിയാതെയാണ് പാഠപുസ്തകം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി 9ാം ക്ലാസ്സിലേക്ക് ജയിച്ചെന്ന് തീരുമാനിച്ചിട്ടില്ലല്ലോ. അതൊക്കെ തീരുമാനിക്കുന്നത് ശിവൻകുട്ടിയാണോ തീരുമാനിക്കുന്നത്? പരീക്ഷ പേപ്പർ നോക്കണ്ടേ അവരെ? 10ലെ കുട്ടി ജയിച്ചല്ലേ 11 പോകാൻ പറ്റും? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമില്ല. എന്തെല്ലാം തുഗ്ലക്ക് പരിഷ്കാരങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്താണ്. ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചത്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കരയിൽ പുസ്തകം അവിടെ അടിക്കുന്നതാണ്. അതെന്താ വലിയ ഭരണ നേട്ടമാണ്. കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുത്തിട്ടില്ല, ആദ്യമായിട്ടാണ് പുസ്തകം കൊടുത്തത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ചെന്നിത്തലയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി V. ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ചെന്നിത്തലയുടേത് നാടിന് നേരെയുള്ള പരിഹാസമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 10 വർഷമായി പാഠപുസ്തകം കൃത്യമായി കിട്ടുന്നുണ്ട്, അങ്ങനെയല്ലാതെ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 3 മാസം മുൻപേ പാഠപുസ്തകങ്ങൾ നൽകുന്നത് എങ്ങനെ തുഗ്ലക് പരിഷ്കാരമാകുമെന്നായിരുന്നു V. ശിവൻകുട്ടിയുടെ പ്രതികരണം. സാധാരണഗതിയിൽ മുൻപ് പരീക്ഷയ്ക്ക് പുസ്തകം കിട്ടാത്തതുകൊണ്ട് പാഠപുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാം ഓർത്തിരിക്കുന്നു. 2016 മുമ്പുള്ള ഒരു കാലഘട്ടത്തെ പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ 2016 അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഒരു മഹാൻ ഇത് പറയുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലെ 43 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് 3 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകം കൊടുത്ത്, യൂണിഫോം കൊടുത്ത് ചരിത്രം സൃഷ്ടിച്ച ആ സംഭവം ഒട്ടും ഇഷ്ടപ്പെടാതെ ഒരു മഹാൻ പറയുകയാണ്, ഈ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിക്ക് നേരെയുള്ള ഒരു പോർവിളി നടത്തിയിരിക്കുക. സർക്കാർ വിദ്യാലയങ്ങളെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുമ്പോൾ അതിനെ തുഗ്ലക് പരിഷ്കാരം എന്ന് വിളിക്കുവാൻ ഒരു നേതാവ് ഇന്നിപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നമ്മുടെ കുട്ടികളെ അറിയിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പാഠപുസ്തകങ്ങൾ നേരത്തെ എത്തിക്കുന്നത് കുറ്റമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പുസ്തകവും യൂണിഫോം എത്തിക്കുന്നത് ഭരണപരമായ മികവാണ്. അല്ലാതെ പഴയ കാലഘട്ടത്തെ പോലെ ഓണം കഴിഞ്ഞിട്ടും പുസ്തകത്തിനായി കുട്ടികളെ തെരുവിൽ കാത്തു നിൽക്കുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. 2016 തൊട്ട് മുൻപുള്ള കാലമാണ്. ആ കാലത്ത്
നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാഠപുസ്തകങ്ങൾ കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ജൂണിൽ സ്കൂൾ തുറന്നു, അപ്പോഴില്ല. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ അങ്ങനെ പോവുകയാണ് മാസങ്ങൾ. അപ്പോഴൊന്നും പാഠപുസ്തകം എത്തുന്നില്ല. അപ്പോഴാണ് നമ്മുടെ അധ്യാപകര് വല്ലാതെ പ്രയാസപ്പെടുകയുള്ളൂ. കുട്ടികൾക്ക് പാഠപുസ്തകമില്ലാതെ. നല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അധ്യാപകര് കണ്ടെത്തിയൊരു വഴിയാണ് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക, പാഠഭാഗങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുക. UDF ഭരിച്ചപ്പോൾ ഒരു തവണ മാത്രമാണ് പാഠപുസ്തകം വൈകിയതെന്നും പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നത് ക്രെഡിറ്റായി കാണേണ്ടെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഒരു പ്രാവശ്യത്തെ ആണ് UDF ഭരണകാലത്ത് പാഠപുസ്തകത്തിൻ്റെ ഒരു ഡിലേ വന്നത്. അത് അതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് സംഭവമായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. പിന്നെ അത് ഊതി വീർപ്പിച്ച് UDF ഭരിച്ച 5 കൊല്ലവും ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് പഠിച്ചതെന്നൊക്കെ അതൊക്കെ പ്രചരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. ഒരു പ്രാവശ്യം വൈകി. അത് പണ്ട് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകം പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് ക്രെഡിറ്റായിട്ട് എടുക്കണ്ട. കൊടുത്ത നല്ല കാര്യം, ഞാൻ അതിനെ വിമർശിക്കൊന്നുമില്ല. അടുത്ത സ്കൂൾ അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങളുടെയും യൂണിഫോമിന്റെയും വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം സെയിന്റ് മേരീസ് സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പാഠപുസ്തകവും യൂണിഫോമും വിതരണം ചെയ്യുന്നത്. 10 മാസം പ്രായം മാത്രമുള്ള കൊച്ചുകുഞ്ഞിൻ്റെ അവയവങ്ങൾ, സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ് ഈ കുഞ്ഞ്. മല്ലപ്പള്ളി സ്വദേശിയായ ദമ്പതികളുടെ മകളാണ്. മാതാപിതാക്കൾക്കൊപ്പം കാറിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു വാഹനം വന്നിടിക്കുകയും നിരവധി ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിൽ പോലും ഒന്നും വിജയിക്കാത്ത പശ്ചാത്തലത്തിലാണ് കുട്ടിയുടെ മരണമടക്കം സ്ഥിരീകരിച്ചത്. ഇത്രയും സങ്കടകരമായ നിമിഷങ്ങളിലും മാതാപിതാക്കൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായി എന്നാണ് ഏറ്റവും അഭിനന്ദിക്കേണ്ട കാര്യം. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, ഏറ്റവും പുതിയ വിവരം, ഇപ്പോൾ അവയവങ്ങൾ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുന്നു. അവയവങ്ങൾ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം. അതിനുള്ള നടപടിക്രമങ്ങളിലാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അല്പസമയത്തിനുള്ളിൽ കുഞ്ഞിന്റെ അവയവങ്ങളുമായി ഈ ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടും. KL 07DF3177 എന്ന് പറയുന്ന നമ്പറിലാണ് വാഹനം വരുന്നത്. അതിന് പോലീസിന് അതായത് വാഹനം പെട്ടെന്ന് മാർഗതടസ്സങ്ങൾ ഉണ്ടാകാതെ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പോലീസും അഭ്യർത്ഥിക്കുന്നുണ്ട്. സംസ്ഥാനം അഭ്യർത്ഥിക്കുന്നതുകൊണ്ട് ആംബുലൻസ് നമ്പർ ഇതാണ്, KL 07DF317 എന്നുള്ളതാണ്. അത് മാക്സിമം ആളുകൾ റോഡ് മാർഗമാണ് എത്തിക്കുന്നത് കൊണ്ട് തന്നെ സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആലിന്റെ അവയവങ്ങൾ 4 അവയവങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ ശ്രീചിത്രയിലേക്കും കിംസിലേക്കുമാണ് അവയവങ്ങൾ എത്തുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കുഞ്ഞിന്റെ വൃക്കകളും, കിംസിലേക്ക് കരളും, അതുപോലെ ശ്രീചിത്രയിലേക്ക് ഹൃദയത്തിന്റെ വാൽവുമാണ് താമസിയാതെ തന്നെ. അതുപോലെ നേത്ര പടലങ്ങൾ, അതായത് കണ്ണ് നേത്ര ബാങ്കിൽ സൂക്ഷിക്കുമെന്നാണ് അറിയിച്ചത്. ഇതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പൊലിഞ്ഞു പോകുന്ന ജീവൻ അവള് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ ശ്രമത്തെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. ഈ ഒരു അവസ്ഥയിലും, ഈ ഒരു അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയിലും കുഞ്ഞ് ഭൂമിയിലുണ്ട്, മറ്റുള്ളവരിലൂടെ ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങളെ അഭിനന്ദനാർഹമാണ്. അത് ചേർത്ത് പിടിച്ച് തന്നെ അഭിനന്ദിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ചരിത്ര നിമിഷമാണ്. ശരിക്കും 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞാണ് അവയവം ദാനം ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞായിട്ടാണ് ആലിൻ മാറിയിരിക്കുന്നത്. ഈ ഫെബ്രുവരി 5-നാണ് ആലിനെ ഈ ഒരു ദാരുണമായ അവസ്ഥയിലേക്ക് എത്തുന്ന അപകടം ഉണ്ടായത്. MC റോഡിലുള്ള പള്ളത്ത് ബ്രോഡ്വേ കവലയിൽ ഉള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആലിനും മാതാവും
അതുപോലെ അവരുടെ രക്ഷിതാക്കളും ആയിരുന്നു കാറിലുണ്ടായിരുന്ന. ആ വാഹനത്തിലേക്ക് എതിർദിശയിൽ വന്നൊരു വണ്ടി വന്നിടിച്ച് ആലിന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു. തുടർന്ന് തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും എത്തിച്ചെങ്കിലും ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടർന്നത് കൊണ്ടാണ് അമൃത ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയിലേക്ക് വേണ്ടി എത്തിച്ചത്. കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് കുഞ്ഞിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അതുവരെയും ഡോക്ടർമാർ അവരുടെ പരിമിതികളൊക്കെ മറികടന്ന് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും കുഞ്ഞിനെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ ഉച്ചയോടുകൂടി അതിന്റെ ആലിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കേസോട്ടോ വഴി മാതാപിതാക്കൾ കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിലെത്തിച്ചത്. അങ്ങനെ ഭൂമിയിൽ ആലിൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയാണ് മാതാപിതാക്കൾ ഈ അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയിലും സമയത്തിനുള്ളിൽ തന്നെ ആലിന്റെ അവയവങ്ങൾ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിക്കും. അതിനുള്ള ആംബുലൻസ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആലിന്റെ മൃതദേഹം രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗാർഡ് ഓഫ് ഓണർ നൽകി തന്നെയാണ് ആലിന്റെ മൃതദേഹം രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആലിന്റെ അവയവങ്ങളും വഹിച്ചുകൊണ്ട് ആംബുലൻസ് ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞ് ആലിൻ ഷെറിൻ 4 പേർക്കാണ് പുതുജീവൻ നൽകുന്നത്. ഇപ്പോൾ അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം ആലിൻ്റെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാതാപിതാക്കളുടെ സമ്മതപ്രകാരം സർക്കാർ സംവിധാനമായ കെസോട്ടോ വഴിയാണ് അവയവദാന പ്രക്രിയകൾ ഏകോപിപ്പിച്ചത്. ആലിൻ ദാനം ചെയ്യുന്ന ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുക. കൂടാതെ കുട്ടിയുടെ കണ്ണുകൾ നേത്ര ബാങ്കിനും കൈമാറും. കടുത്ത വേദനയിലും കുട്ടി മരിച്ചതിൻ്റെ കടുത്ത വേദനയിലും തങ്ങളുടെ പിഞ്ചോമന നഷ്ടപ്പെട്ടതിൻ്റെ കടുത്ത വേദനയിലും കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനമാണ് അഭിനന്ദിക്കേണ്ടത്. അത് വലിയ നമ്മുടെ അവയവദാന ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരു വലിയ മാതൃകയായി ഇവർ മാറുകയാണ്. തിരുവല്ലയും കഴിഞ്ഞ ഫെബ്രുവരി 6 രാത്രിയോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി ആലിനെ അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഡോക്ടർമാരുടെ തീവ്ര ശ്രമങ്ങൾക്കും ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായില്ല. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ, അവയവങ്ങൾ ഇത്തരത്തിൽ 4 പേർക്ക് പുതുജീവൻ നൽകാനായി തീരുമാനിച്ചത് മാതാപിതാക്കൾ എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ അവയവദാന ചരിത്രത്തിൽ ഏറ്റവും പുതിയ വിപ്ലവകരമായ ഒരു തീരുമാനമായി അത് മാറുകയും ചെയ്തു. 10 മാസം പ്രായമാണ് ആലിൻ ഷെറിൻ എബ്രഹാമിന് ഉള്ളത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ന് ലോക റേഡിയോ ദിനമാണ്. സ്മാർട്ട് ഫോണും ടെലിവിഷനും വിപണി കീഴടക്കിയ ഈ കാലത്തും റേഡിയോയെ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ഒരു കോതമംഗലം സ്വദേശിയെ പരിചയപ്പെടാം. റിട്ടയർഡ് അധ്യാപകനായ CK അലക്സാണ്ടർ എന്ന 83-കാരന്റെ 60 വർഷമായുള്ള ഉറ്റ സുഹൃത്താണ് റേഡിയോ. പറമ്പിൽ പണിയെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴും എല്ലാം വാർത്തകളും പാട്ടുകളും ലോകത്തിന്റെ ഓരോ ചലനങ്ങളും അലക്സാണ്ടറുടെ ചെവിയിലെത്തുന്നത് റേഡിയോ വഴിയാണ്. റേഡിയോയുടെ സുവർണകാലം കണ്ട തലമുറയിൽപ്പെട്ട ആളാണ് അലക്സാണ്ടർ. വിപണിയിൽ ടെലിവിഷനും സ്മാർട്ട് ഫോണും ഒക്കെ വന്നിട്ടും ഈ വൃദ്ധന്റെ മനസ്സിൽ റേഡിയോയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. റേഡിയോയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അലക്സാണ്ടർക്ക് മനഃപ്പാഠമാണ്. റേഡിയോ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ഈ വിരമിച്ച അധ്യാപകന് ചിന്തിക്കാനേ സാധ്യമല്ല. അത് അദ്ദേഹത്തിന് കേവലം ഒരു വിനോദോപാധിയല്ല, തൻ്റെ ജീവിതം തന്നെയാണ്. ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്ന ശീലമുണ്ട് അലക്സാണ്ടർക്ക്. മറ്റുള്ളവരോടുള്ള പെരുമാറ്റം, ജീവിതശൈലി തുടങ്ങിയവ രൂപപ്പെടുത്തുന്നതിൽ റേഡിയോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് ഈ 83-കാരൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതാണ്ട് 60 വർഷത്തോളമായി ഞാൻ റേഡിയോ ശ്രോതാവാണ്. എന്നും റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. റേഡിയോ ശ്രോതാവെന്ന നിലയിൽ 1980-ൽ ലാഭകരമായ കോഴി വളർത്തൽ
എന്ന കൃഷിപാഠ പരമ്പര ശ്രദ്ധിച്ചതുകൊണ്ട് ഒന്നാം സമ്മാനമായിട്ട് ഒരു റേഡിയോ എനിക്ക് സമ്മാനമായി കിട്ടി. അത് കേന്ദ്രമന്ത്രി വസന്ത് പി സാറ്റയാണ് എനിക്ക് സമ്മാനം തന്നത്. അത് എല്ലാം കൊണ്ടും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടാണ് അലക്സാണ്ടറുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. രാത്രി 11 മണിക്ക് സംപ്രേഷണം അവസാനിക്കുന്നതുവരെ റേഡിയോ തന്നെ കൂട്ട്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ സുപരിചിതമാവും ഇദ്ദേഹത്തിന്റെ പേര്. 1980 മികച്ച റേഡിയോ ശ്രോതാവിനുള്ള സമ്മാനമായി കേന്ദ്രമന്ത്രി വസന്ത് പിസാഠെ ഇദ്ദേഹത്തിന് ഒരു റേഡിയോ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വയലും വീടും, കൃഷിപാഠം, ജീവധാര, അമൂല്യമീ നേത്രങ്ങൾ, അക്ഷയ ഊർജവും നമ്മളും, മത്സ്യകേരളം, നമ്മുടെ ആഹാരം, സുഗന്ധ കേരളം, എയ്ഡ്സ് ബോധവൽക്കരണം തുടങ്ങി നിരവധി പരമ്പരകളിൽ അലക്സാണ്ടർ വിജയിയായി. 2 തവണ കൃഷി ശാസ്ത്രജ്ഞർക്കൊപ്പം അഖിലേന്ത്യാ പര്യടനത്തിനും അവസരം ലഭിച്ചു. തനിക്ക് മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിത്തന്നതിൽ ഒരു പ്രധാന പങ്ക് റേഡിയോയ്ക്കാണെന്ന് അദ്ദേഹം പറയുന്നു. റേഡിയോ കേൾക്കാൻ കുറച്ചു സമയമെങ്കിലും യുവാക്കൾ മാറ്റിവെക്കണമെന്നാണ് അലക്സാണ്ടറുടെ അഭ്യർത്ഥന. എല്ലാ മാധ്യമങ്ങളും നല്ലതാണ്, റേഡിയോ, TV, അതുപോലെ. പക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് റേഡിയോ അല്ലെങ്കിൽ പുതുതലമുറയ്ക്ക് റേഡിയോയുടെ അത്ര താല്പര്യമില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇവരെല്ലാം തിരിച്ചു വരേണ്ട കാലമാണ്. കാരണം റേഡിയോയിൽ നിന്ന് ഒത്തിരി ആരോഗ്യരംഗം, സാഹിത്യരംഗം, കലാരംഗം, പാചകരംഗം, ഡോക്ടറോട് ചോദിക്കുക, നിയമവേദി, ഇതെല്ലാം റേഡിയോയിലുണ്ട്. അപ്പൊ ചെറുപ്പക്കാര്, പ്രായഭേദമന്യേ എല്ലാവരും റേഡിയോ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പ്രസ്റ്റീജിയസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് എന്നിവ നേടിയിട്ടുള്ള അലക്സാണ്ടർക്ക് 2019 കേരളത്തിലെ ഏറ്റവും മികച്ച റേഡിയോ ശ്രോതാവിനുള്ള ശ്രവണശ്രീ അവാർഡും ലഭിച്ചു. ചിത്രകലയിലും ബുൾബുൾ വായനയിലും മികവ് തെളിയിച്ചിട്ടുള്ള ഇദ്ദേഹം 1998 കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വിരമിച്ചത്. ആകാശവാണി മാത്രമല്ല, പുതുതലമുറയിലെ സ്വകാര്യ FM റേഡിയോകളും അലക്സാണ്ടർ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,280, പവന് 1,14,240. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,800, പവന് 94,400. വെള്ളി ഗ്രാമിന് 280, കിലോയ്ക്ക് 28,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റ് കാണാം. മഞ്ജുഷ് ഗോപാൽ ചേരും.